ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് UPI പേയ്മെൻറ്റ് 2 ഫോണിൽ സെയിം നമ്പർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്താണ്, പക്ഷേ എനിക്കൊരു മെത്തേഡും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതൊരു ഗ്ലിച്ചാണെങ്കിൽ വളരെ വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. നിങ്ങൾ മാക്സിമം ഗവൺമെൻറ്റിലേക്കും ഇതിൻ്റെ ഡെവലപ്പേഴ്സിലേക്ക് എത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതൊരു ഫീച്ചർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ മെയിൻ ഫോണിൽ നിങ്ങളുടെ ഒറിജിനൽ സിം കാർഡ് വെച്ചിട്ട് നിങ്ങൾ UPI ആപ്പ് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിം കാർഡ് പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു സിം പ്രൊവൈഡേഴ്സിലേക്ക് പോർട്ട് ചെയ്യുക. പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 2 സിമ്മാണുള്ളത്. ഒന്ന് പഴയ സിം ഡീആക്ടിവേറ്റ് ചെയ്ത് ഒന്ന് പുതിയ സിം. ആ ഒരു പുതിയ സിം വെച്ച് രണ്ടാമത്തെ ഫോണിലേക്ക് നിങ്ങൾ UPI പേയ്മെൻറ്റ് UPI ആപ്പ് ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോണിൽ പഴയ സിം കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും സെയിം UPI പിൻ വെച്ച്. അതുപോലെ തന്നെ പുതിയ ഫോണിൽ ഓൾറെഡി രണ്ടാമത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഫോണിലും കൂടി നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു നമ്പറിലുള്ള ബാങ്ക് അക്കൗണ്ട് 2 ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു ഗ്ലിച്ച് ആണെങ്കിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ 2 സിം കാർഡ് വെച്ചിട്ട് നമുക്ക് 2 ഫോണിൽ വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.